ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡോമിനന്റ് ആയി നിൽക്കുന്ന ഒരു കാർപ്പറ്റാണ് സാരി. അത് ഉടുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കില്ല് മാറ്റി വെച്ചാൽ സാരി നൽകുന്ന ഒരു എസ്റ്റിക് അപ്പിയറൻസ് മറ്റൊരു ഗാർമെന്റ് നൽകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാരിയിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിങ്ങും അത് ഉപയോഗിക്കുന്നവർ യൂസ് ചെയ്യുന്ന ഫാഷൻ ആക്സസറീസും മേക്കപ്പ് കോമ്പിനേഷനുമാണ് അതിന് കൂടുതൽ ഭംഗി നൽകുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാരി ഡിസൈൻ ആയിരുന്നു 2021 ദീപിക പദുക്കോൺ KBC ഷോയിൽ പങ്കെടുത്തപ്പോൾ ഇട്ടിരുന്നത്. ഡിഫോൾട്ടായി ചെറിയ പ്ലീറ്റ്സ് ഉള്ള ഈ സാരി സിൽക്കും കോട്ടണും കൊണ്ടുള്ള ഫാബ്രിക് ആൻഡ് സറ്റിങ്ങിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ കളർ കോമ്പിനേഷൻ ആണ് കൂടുതലും എന്നെ അട്രാക്ട് ചെയ്യാൻ കാരണം. ലൈറ്റ് ബ്ലൂ, ഗ്രീൻ, യെല്ലോ കൂടാതെ പേൽ പിങ്ക് പോലുള്ള കളർ ആഡ് ചെയ്തിട്ടുള്ള കളർ പാറ്റേൺ ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാരിയിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണാൻ ഭംഗിയുണ്ട്. കൂടാതെ സെൻട്രൽ പ്ലേറ്റ് വരുന്ന പേൽ പിങ്ക് കളർ ഈ സാരിക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ഇതിനൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന സ്ലീവ്ലെസ് പ്ലേറ്റഡ് ഹൈനെക്ക് ബ്ലൗസ് കൂടി ചേരുമ്പോൾ ഇതൊരു ഫാഷനബിൾ ഔട്ട്ഫിറ്റായി മാറിയിട്ടുണ്ട്. കളർ ബ്ലോക്കിംഗ് എന്ന ഫാഷൻ കൺസെപ്റ്റ് കൊണ്ടാണ് ഈ ഒരു സാരിക്ക് ഇത്ര ഭംഗി വരാൻ കാരണം. രണ്ടോ അതിൽ കൂടുതലോ വ്യത്യസ്തവും കോംപ്ലിമെന്ററിയും ആയിട്ടുള്ള കളറുകൾ ഒരു സിംഗിൾ ഔട്ട്ഫിറ്റിൽ കൊണ്ടുവരുന്നതിനാണ് കളർ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് യെല്ലോയും ഓറഞ്ചിനും ഒപ്പം ഒരു പർപ്പിൾ കളർ കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു കളർ ബ്ലോക്ക്ഡ് കോമ്പിനേഷൻ ആയിട്ടുണ്ട്. കളർ ബ്ലോക്കിംഗ് കൊണ്ടുള്ള ഡിസൈൻ പാറ്റേൺ ആ ഒരു ഗാർമെന്റിൽ കൂടുതൽ സ്പേസ് ഓക്കുപൈ ചെയ്തിരിക്കും. സാരിയിൽ മാത്രമല്ല കളർ ബ്ലോക്ക്ഡ് കൺസെപ്റ്റ് ഉപയോഗിക്കാവുന്നത് മറ്റു പല ഗാർമെന്റിലും, ഉദാഹരണത്തിന് കുർത്ത, ടീഷർട്ട്, ഷർട്ട് എന്നിവയിലും ഉപയോഗിക്കാൻ പറ്റിയ കൺസെപ്റ്റ് തന്നെയാണ് കളർ ബ്ലോക്ക്ഡ് കൺസെപ്റ്റ്. ഇങ്ങനെയുള്ള സാരികൾക്ക് ഒരു ഫുൾ ഇംപ്രഷൻ കിട്ടണമെങ്കിൽ അത് ധരിക്കുന്നവർ എണീറ്റ് നിൽക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സാരികൾ വെഡിങ് ഫംഗ്ഷൻസും ഫെയർവെൽ പാർട്ടീസും കൂടാതെ സെലിബ്രിറ്റി ഗസ്റ്റായി പോകുന്നവർക്കും നല്ലതായിരിക്കും. ഡോമിനന്റ് ആയി നിൽക്കുന്ന ലൈറ്റ് ബ്ലൂ കളർ സൺലൈറ്റിൽ അല്പം ഡിമ്മായി തോന്നാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി കളർ ഡെൻസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഹൈനെക്ക് ബ്ലൗസ് ഇട്ട് പരിചയമില്ലാത്തവർ മറ്റൊരു ഓപ്ഷൻ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗാർമെന്റ് ക്രൗഡിൽ നിന്നും വേറെ നിർത്തുന്ന ഒരു ഗാർമെന്റ് തന്നെയായിരിക്കും. ഈ ഒരു സാരിയോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന ഫാഷൻ ആക്സസറീസും മേക്കപ്പ് കോമ്പിനേഷനും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. മേക്കപ്പ് സൈഡ് നോക്കുവാണെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള ഐബ്രോസ്, ഷാർപ്പ് ആയിട്ടുള്ള സ്മോക്കി ഐസ് കൂടാതെ പ്ലെയിൻ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഹെയർ സ്റ്റൈലായി മധ്യഭാഗത്ത് നിൽക്കുന്ന രീതിയിലായിട്ടുള്ള ഹെയർ ബൺ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്. സാരിയിലുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അക്വാമറീൻ കളക്ഷനിൽപ്പെട്ട ടിയർ ഡ്രോപ്പ് ഇയറിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർമൽ ഫംഗ്ഷന് പോകുന്നവർ മിനിമം കളർ ബ്ലോക്ക് കൺസെപ്റ്റ് ഉപയോഗിച്ച ഗാർമെന്റ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ മിനിമൽ ആയിട്ടുള്ള ഫാഷൻ ആക്സസറീസും ഇതിനൊപ്പം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പർച്ചേസിന് പോകുമ്പോൾ ഈ ഒരു ഫാഷൻ കൺസെപ്റ്റ് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സാരിയോ മറ്റൊരു ഗാർമെന്റോ ഈസിയായി പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. കൂടുതൽ ഫാഷൻ വീഡിയോസുകൾക്കായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.